മന്ത്രി, നമ്മുടെ ഈ കിരീടം മാറ്റാൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. പുതിയൊരെണ്ണം ഉണ്ടാക്കിയാലോ? എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? അങ്ങയുടെ ഇഷ്ടം പോലെ. നമ്മുടെ ഖജനാവിൽ തന്നെ അങ്ങ് ഉപയോഗിക്കാത്ത ഒരുപാട് കിരീടങ്ങൾ കിടപ്പുണ്ട്. പുതിയൊരെണ്ണം ഉണ്ടാക്കുന്നതിലും നല്ലത് അതിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്നതല്ലേ? പുത്തൻ പണം ചിലവാകുകയുമില്ല. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ മുത്തച്ഛന്മാരുടെ കാലത്ത് അമൂല്യമായ കോഹിനൂർ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കിരീടമുണ്ട്. അത് ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരവിടെ? നമ്മുടെ ഖജനാവിലുള്ള കോഹിനൂർ കിരീടം എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. ഉത്തരവ് രാജൻ. പെട്ടെന്നാണ് ഭടന്മാർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കോഹിനൂർ കിരീടം വെച്ച സ്ഥലത്ത് കിരീടം കാണാനില്ല. ദൈവമേ, നമ്മുടെ രാജാവിന്റെ വിലപിടിപ്പുള്ള കോഹിനൂർ കിരീടം കാണാനില്ല. എന്ത്? സൂക്ഷിച്ചു നോക്ക്, നിലത്തെവിടെങ്കിലും വീണ് കിടപ്പുണ്ടാവും. ഭടന്മാർ ആ ഖജനാവ് മുഴുവൻ അരിച്ചു പെറുക്കി, പക്ഷെ കിരീടം മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്ത്? നമ്മുടെ കോഹിനൂർ കിരീടം കാണാനില്ലെന്നോ? നിങ്ങളൊക്കെ പിന്നെ എന്ത് കാവൽക്കാരാണ്? ആരവിടെ? മന്ത്രിയെ വിളിക്കൂ. മന്ത്രി, കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? പറയൂ. എനിക്ക് അത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. പ്രഭു, കള്ളനെ ഞാൻ കണ്ടുപിടിക്കാം. കിരീടം കൊട്ടാരം വിട്ട് പുറത്തു പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. രാജാവിന്റെ കിരീടം മോഷ്ടിക്കാൻ ആർക്കാണ് ഇത്രയും ധൈര്യമുണ്ടായത്? പുതുതായി നിയമിച്ച ഭടന്മാരെ നമുക്ക് മുന്നിൽ ഹാജരാക്കാൻ പറയുക. മന്ത്രി, നമ്മുടെ കോഹിനൂർ കിരീടം കൊട്ടാരത്തിലെ ഭടന്മാർ മോഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതിനെന്തെങ്കിലും തെളിവോ സാക്ഷികളോ ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കും? പ്രഭു, താങ്കളെപ്പോലെ ഞാനും നമ്മുടെ ഭടന്മാരെ വിശ്വസിക്കുന്നു. എന്നാൽ പുതുതായി നിയമിച്ച 4 ഭടന്മാരുണ്ട്. അവരെ പരിശോധിക്കാൻ എന്നെ അനുവദിക്കൂ. ശരി, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ആരവിടെ? ആ 4 ഭടന്മാരോട് രാജകോടതിയിൽ ഹാജരാകാൻ പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട കോഹിനൂർ കിരീടം ഖജനാവിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. കള്ളനെ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ഇത് വെറും സാധാരണ മാമ്പഴങ്ങളല്ല. കൊട്ടാര തന്ത്രിമാർക്ക് കൊടുത്ത് മന്ത്രം ജപിച്ച പ്രത്യേകതയുള്ള 4 പച്ച മാമ്പഴങ്ങളാണ് ഇത്. മന്ത്രി, ഇത് സമ്മാനിക്കാനാണോ ഇവരെ ഇവിടെ വിളിച്ചു കൂട്ടിയത്? അല്ല അല്ല പ്രഭു, എന്റെ ചോദ്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല. എന്നെ അനുവദിച്ചാലും. ശരി ശരി, വേഗമാവട്ടെ. മന്ത്രി 4 ഭടന്മാർക്കും ഓരോ മാമ്പഴം വീതം ചുവന്ന തുണി കൊണ്ട് പൊതിഞ്ഞു നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ മാമ്പഴങ്ങൾ 2 ദിവസം നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കുക. സൂര്യപ്രകാശം ഏൽക്കരുത്. 3-ാം ദിവസം രാജസന്നിധിയിൽ ഈ മാമ്പഴം ഹാജരാക്കുക. 2 ദിവസത്തിന് ശേഷമോ? 2 ദിവസം കഴിഞ്ഞാൽ ഈ മാമ്പഴങ്ങൾക്ക് എന്ത് സംഭവിക്കും മന്ത്രി? പ്രഭു, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതൊരു സാധാരണ മാമ്പഴമല്ല, ഒരു മാന്ത്രിക മാമ്പഴമാണ്. ഈ മാമ്പഴത്തിന് മധുരമുള്ള, മണമുള്ള, സ്വർണ്ണ നിറത്തിൽ പഴുക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ നമ്മുടെ രാജാവിന്റെ പ്രിയപ്പെട്ട കിരീടം മോഷ്ടിച്ചവന്റെ മാമ്പഴം ഒരിക്കലും പഴുക്കില്ല. ഭടന്മാർ ഭയത്തോടെ പരസ്പരം നോക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 3-ാം ദിവസം ഭടന്മാരോട് മാമ്പഴങ്ങളുമായി വരാൻ ആജ്ഞാപിച്ചു. മാമ്പഴം എനിക്ക് കൈമാറൂ. ഭടന്മാർ മന്ത്രിക്ക് മാമ്പഴം നൽകി. മന്ത്രി ഓരോ മാമ്പഴ കെട്ടുകളും അഴിച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മാമ്പഴങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം പച്ചയായിരുന്നു. ഒരു മാമ്പഴം മാത്രം സ്വർണ്ണ നിറത്തിൽ പാകമായിരുന്നു. പ്രഭു, അങ്ങയുടെ കിരീടം എടുത്തത് ഇവനാണ്. എന്ത്? അതെങ്ങനെ മനസ്സിലായി? വിശദീകരിച്ചാലും. പ്രഭു, ഇത് സാധാരണ മാമ്പഴങ്ങളാണ്. ഞാൻ ഒരു മന്ത്രവാദവും ഇതിൽ നടത്തിയിട്ടില്ല. അങ്ങയുടെ കിരീടം മോഷ്ടിച്ചവൻ ഭയന്നുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പച്ച മാമ്പഴത്തിന് പകരം പഴുത്ത മാമ്പഴം വെച്ചു. ബലേവേഷ്, ആരവിടെ? ഇവനിൽ നിന്നും കിരീടം കൈക്കലാക്കി ഈ കള്ളനെ എത്രയും വേഗം തുറങ്കിലടയ്ക്കൂ.
ലോകത്ത് ആരെന്ത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അവസാനം സത്യം പുറത്തു വരും. സത്യം മാത്രമേ വിജയിക്കൂ. സത്യമേവ ജയതേ. എന്നാലും നിനക്ക് എന്റെ കൂടെ ഓടിയെത്താൻ കഴിഞ്ഞില്ലല്ലോ. എന്നെ കളിയാക്കിയുണ്ടല്ലോ, ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്തു പറ്റി മോളെ? എന്തിനാ എന്റെ പൊന്നുമോള് കരയുന്നത്? അമ്മ, ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. ഞാൻ എല്ലാ മത്സരത്തിലും പങ്കെടുത്തു. പക്ഷെ എനിക്ക് അവനിപ്പോൾ ഓടിയെത്താൻ കഴിഞ്ഞില്ല. അതും പറഞ്ഞ് അവൻ എന്നെ കളിയാക്കുക. ഇനി അവൻ എന്റെ മോളെ കളിയാക്കില്ല കേട്ടോ. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഇനി അവൻ കളിയാക്കിയാൽ മോള് മുത്തശ്ശിയോട് പറഞ്ഞാ മതി. നല്ല മുത്തശ്ശി. അതൊക്കെ പോട്ടെ, കളറിംഗ് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയതിന് മിഠായി എവിടെ? ഈ കോമന് മുത്തശ്ശിയുടെ അടുത്ത് അതും പറഞ്ഞു. ഞാൻ സർപ്രൈസ് ആക്കി വെച്ചതായിരുന്നു. അച്ഛൻ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ സർപ്രൈസ് പൊട്ടിക്കാന്ന് വിചാരിച്ചതാ. അതും കളഞ്ഞു. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്, മിടുക്കി മോള്. ഉമ്മ. 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 കണ്ടില്ലേ, ഓരോരുത്തർക്കും അവരവരുടേതായ വ്യത്യസ്തമായ കഴിവുകളുണ്ട്. മോൾക്ക് വരയ്ക്കാനുള്ള കഴിവാണ് ഉള്ളത്. അവന് ഓടാനും ചാടാനും കഴിയും എന്ന് കരുതി മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ കളിയാക്കരുത്. സോറി മുത്തശ്ശി, ഇനി ഞാൻ ആരെയും കളിയാക്കില്ല. നല്ല കുട്ടി. മുത്തശ്ശി ഒരു ആനക്കുട്ടിയുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ വളരെ പാവവും ദയയുള്ളവളുമായിരുന്നു. ഒരു ദിവസം അവൾ കാട്ടിലൂടെ നടക്കുമ്പോ ഒരു മുയൽ അതുവഴി വന്നു. ഹായ്, ഹൗ ആർ യു? എങ്ങോട്ടാ ഈ വലിയ മൂക്കുമായി പോകുന്നത്? ഇത് കേട്ടപ്പോൾ ആനക്കുട്ടിക്ക് സങ്കടായി. എന്റെ മൂക്ക് കണ്ടില്ലേ? മൂക്കായാൽ ഇങ്ങനെയാവണം. എന്ത് ഭംഗിയുണ്ട്. ഇതൊരു മാതിരി നീണ്ട തൂണ് പോലെ. ഹയ്യേ. അപ്പോഴാണ് മുയലിന്റെ ഫ്രണ്ടായ ആമയും ആ വഴി വന്നത്. എന്താണ് രണ്ടാളും തമ്മിൽ ഒരു തമാശ? ഞാനും കേൾക്കട്ടെ. ആമച്ചാരെ, നിങ്ങൾ തന്നെ പറ, ഇവന്റെ മൂക്കാണോ അതോ നമ്മുടെ രണ്ടാളോ മൂക്കാണോ കാണാൻ? എന്താ സംശയം? എന്റെയും നിന്റെയും മൂക്ക് തന്നെ. പോരാത്തതിന് മുറം പോലുള്ള ചെവിയും. ഇതൊക്കെയാണ് ചെവി. എന്ത് ഭംഗിയാണ് കാണാൻ. താങ്ക് യു. ബൈ ദ ബൈ. ആ, പറഞ്ഞപ്പോഴാ, ഇന്ന് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനുണ്ട്. ഞാൻ പോട്ടെ. ബൈ. അവള് പാവായതുകൊണ്ട് തന്നെ അവളെ കാട്ടിലുള്ളവർ എപ്പോഴും ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും. പാവ ആനക്കുട്ടിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അവള് പതിവ് പോലെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൾ നടന്ന് ഒരു പുഴക്കരയുടെ അടുത്തെത്തി. കൂട്ടുകാരാ, എന്താ മുഖത്തൊരു സങ്കടം പോലെ? ഓ, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്തായാലും പറയൂ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അതാണോ കാര്യം? ഇന്ന് നിന്നെ ആരോ കളിയാക്കി കാണും അല്ലേ? ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ ഒരാൾക്ക് ഈ കാട്ടിൽ പറ്റൂ. ആരാണത്? മൂങ്ങ സന്യാസി. മൂങ്ങ സന്യാസിയോ? അയ്യോ, എനിക്ക് പേടിയാ. നിന്റെ ഈ പേടിയാണ് ആദ്യം മാറേണ്ടത്. അതിനങ്ങേരാണ് ബെസ്റ്റ്. ഞാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നീ ധൈര്യമായി ചെല്ല്. അങ്ങനെ മീൻ പറഞ്ഞത് കേട്ട് നമ്മുടെ ആനക്കുട്ടി മൂങ്ങ സന്യാസിയെ കാണാൻ പുറപ്പെട്ടു. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി.
നമസ്കാരം ചേട്ടാ. ഞാൻ ആ പുഴക്കരയിലെ മീൻ പറഞ്ഞിട്ട് വന്നതാ. അവൻ എന്നെ വിളിച്ചിരുന്നു. എന്ന കാര്യം പറയൂ. എന്നെ സഹായിക്കണം. ഈ കാട്ടിലെ എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു. എന്റെ ഈ വലിയ തുമ്പിക്കൈയും ഈ മുറം പോലെയുള്ള ചെവിയുമെല്ലാം എനിക്കൊരു ഭാരമായി തോന്നുന്നു. എനിക്ക് കാട്ടിലെ മറ്റു മൃഗങ്ങളെ പോലെ ചെറിയ ചെവിയും തുമ്പിക്കൈയും മതി. ഇത് കേട്ടതും മൂങ്ങ സന്യാസിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. മൂങ്ങ സന്യാസി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിങ്ങളും എന്നെ കളിയാക്കുകയാണോ? ക്ഷമിക്കണം, ഒരിക്കലുമല്ല. ഞാൻ നിങ്ങളുടെ ആഗ്രഹം കേട്ടിട്ട് ചിരിച്ചു പോയതാണ്. നോക്കൂ, ഈ കാട്ടിലെ ഓരോ ജീവിവർഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. നിങ്ങളുടെ ഈ വലിയ തുമ്പിക്കൈ പോലെ വേറെ ആർക്കെങ്കിലും തുമ്പിക്കൈ ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ഈ ചെവി പോലെ ഇത്രയും വലിയ ചെവി വേറെ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്, ഈ കാട്ടിലെ ഓരോ ജീവിവർഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. നിങ്ങളുടെ തുമ്പിക്കൈയും ചെവിയും അതിൻ്റെതായ സവിശേഷതകളും ലക്ഷ്യങ്ങളും ഉണ്ട്. ചെവികൾ നിങ്ങൾക്ക് ശത്രുക്കളുടെ കാൽപെരുമാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ തുമ്പിക്കൈ കൊണ്ടും നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ശേഖരിച്ച് കുടിക്കാനും പറ്റും. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. അവിടെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ശരിയാണ്, ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. എന്റെ കഴിവുകൾ മനസ്സിലാക്കി തന്നതിന് നന്ദി. നിനക്ക് നല്ലത് മാത്രമേ വരൂ. പോയി വരൂ. അതും പറഞ്ഞ് മൂങ്ങ സന്യാസി ധ്യാനത്തിൽ മുഴുകി. ആനക്കുട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ആനക്കുട്ടി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടക്കുന്ന സമയം പെട്ടെന്ന് കുറച്ച് മൃഗങ്ങളുടെ നിലവിളി ശബ്ദം കേട്ടു. ആനക്കുട്ടി തന്റെ ചെവി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചു. എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ അതാ ദൂരെ കാട്ടിനുള്ളിൽ വേട്ടക്കാരൻ കുഴിച്ചു വെച്ച ഒരു വലിയ വാരിക്കുഴിയിൽ ആമയും മുയലും കുറുക്കനും വീണ് കിടക്കുന്നു. ഏത് ആമയും മുയലും കുറുക്കനുമാണെന്നറിയോ? നമ്മുടെ ആനയെ കളിയാക്കിയ അതേ ആമയും കുറുക്കനും മുയലും. നമ്മുടെ ആനക്കുട്ടി വേറൊന്നും ആലോചിക്കാതെ തന്റെ ഫ്രണ്ട്സിനെ വലിയ തുമ്പിക്കൈകൾ കൊണ്ട് വാരിക്കുഴിയിൽ നിന്നും രക്ഷിച്ചു. അപ്പോഴാണ് വേട്ടക്കാരൻ ആ വഴി വന്നത്. ആനയെ കണ്ടതും അയാൾ പേടിച്ച് വന്ന വഴി തിരിച്ചോടി. ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ. നീ ഞങ്ങളുടെ നിലവിളി കേട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ആ വേട്ടക്കാരൻ കൊണ്ടുപോയേനെ. നിന്റെ ചെവിയെ പറ്റി ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു. നിന്റെ തുമ്പിക്കൈനെ കുറിച്ച് ഞാനും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അവസാനം നിന്റെ തുമ്പിക്കൈ വേണ്ടി വന്നു ഞങ്ങളെ രക്ഷിക്കാൻ. എന്നോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ കളിയാക്കില്ല. അങ്ങനെ അവർ പരസ്പരം കളിയാക്കാതെ നല്ല സുഹൃത്തുക്കളായി പരസ്പരം കെട്ടിപ്പിടിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ മനുഷ്യരിലും അവരവരുടേതായ കഴിവുകളുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്നത്. സ്വന്തം കഴിവുകളെ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക. എന്നും നല്ല വാക്കുകൾ പറഞ്ഞു തരും ടീച്ചർ. എന്നും
അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? പറ മമ്മി. നീ ആദ്യം എന്താ കാര്യം എന്ന് പറ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ഡാഡിയുടെ ബർത്ത്ഡേ എന്നാണെന്ന്. ഡാഡി എല്ലാ വർഷവും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരാറില്ലേ, അതുപോലെ ഡാഡിക്കും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ. ആഹാ, കൊള്ളാലോ, മിടുക്കി. അങ്ങനെയാണ് നല്ല കുട്ടികൾ. നെക്സ്റ്റ് വീക്ക് ആണ് ഡാഡിയുടെ ബർത്ത്ഡേ. നീ എന്താണ് വാങ്ങി കൊടുക്കാൻ പോകുന്നത്? അതൊന്നും അറിയില്ല, പക്ഷേ എന്ത് വാങ്ങണമെങ്കിലും എനിക്ക് ക്യാഷ് അമ്മ തരണം. നിന്റെ ഡാഡിക്ക് നീ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത് നിന്റെ ഡാഡിയുടെ ക്യാഷ് കൊണ്ട് തന്നെയാണോ? അതെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ എവിടെ നിന്നാ ക്യാഷ്? ഞാൻ ചെറിയ കുട്ടിയല്ലേ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് തന്നെ വേണമെന്നില്ല. നീ സ്നേഹത്തോടെ എന്ത് കൊടുത്താലും ഡാഡിക്ക് ഇഷ്ടപ്പെടും. മോളെ സ്വന്തം ഡാഡിയല്ലേ. ഹായ്, ഗിഫ്റ്റ് റെഡി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡാഡി. താങ്ക് യു ഡിയർ. എന്റെ മകൾ ഇത്രയും വലിയ ബോക്സിൽ എനിക്ക് വേണ്ടി എന്ത് ഗിഫ്റ്റാണ് വാങ്ങിയത്? തുറന്നു നോക്കൂ ഡാഡി. ജോമിയ, ഇതിൽ ഒന്നുമില്ലല്ലോ മോളെ. നീ ഗിഫ്റ്റ് ഇതിൽ വെക്കാൻ മറന്നോ? ഇല്ല, സൂക്ഷിച്ചു നോക്കൂ ഡാഡി. ഞാൻ ഒരുപാട് കിസസ് ആൻഡ് ഹഗ്സ് ഡാഡിക്ക് വേണ്ടി അതിൽ വെച്ചിട്ടുണ്ട്. ഹൗ സ്വീറ്റ്. താങ്ക് യു ഡിയർ. ഇതുവരെ ഡാഡിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആരും തന്നെ തന്നിട്ടില്ല. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ പേർഷ്യയിൽ നിന്നും ഒരു കുതിര കച്ചവടക്കാരൻ രാജാവിനെ കാണാൻ കൃഷ്ണപുരത്തേക്ക് വന്നു. പ്രഭു, ഇത് പേർഷ്യയിലെ മുന്തിയ ഇനം കുതിരകളിൽ ഒന്നാണ്. അങ്ങേക്ക് വേണ്ടി ഇതുപോലൊരെണ്ണം ഞാൻ പേർഷ്യയിൽ നിന്നും വരുത്തിക്കോട്ടെ. അതിമനോഹരം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് കൃഷ്ണപുരത്തെ കുതിരയേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കും. ഭലേ ബേഷ്. എന്നാൽ എന്തായാലും നമുക്ക് ഇതുപോലെ ഒരു കുതിരയെ എത്രയും പെട്ടെന്ന് തന്നെ വേണം. പ്രഭു, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പേർഷ്യയിൽ നിന്നുള്ള കുതിരയായതുകൊണ്ട് മുൻകൂർ പണം അടയ്ക്കണം. അതിനെന്താണ് മന്ത്രി, ഇയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൂ. പണം വാങ്ങി കുതിര കച്ചവടക്കാരൻ പേർഷ്യക്ക് പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മന്ത്രി, നാമിനൊരു കൗതുകം. എന്താണ് പ്രഭു, പറഞ്ഞാലും. നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിഡ്ഢികളുടെയും ഒരു പട്ടിക തയ്യാറാക്കണം. ഉത്തരവ് മഹാരാജൻ. പക്ഷേ എനിക്ക് 2 ദിവസത്തെ സമയം തരണം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി രാജ്യത്തെ വിഡ്ഢികളുടെ പട്ടികയുമായി രാജസന്നിധിയിലെത്തി. അതിൽ ആദ്യത്തെ പേര് തന്നെ തന്റേതാണെന്ന് കണ്ട രാജാവ് ക്ഷുഭിതനായി. എന്ത് വിഡ്ഢിത്തമാണിത് ബീർബൽ? താങ്കളോട് രാജ്യത്തെ വിഡ്ഢികളുടെ പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ട് ഇതിൽ ആദ്യത്തെ പേര് എന്റേതാണല്ലോ. ക്ഷമിക്കണം പ്രഭു, പക്ഷേ അതിന് തക്കതായ കാരണമുണ്ട്. എന്ത് കാരണം? ബീർബൽ നമ്മെ കളിയാക്കുകയാണോ? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നല്ല ഇനം പേർഷ്യൻ കുതിരകളെ വാങ്ങാനായി അങ്ങ് ഒരു കുതിര കച്ചവടക്കാരന് മുൻകൂറായി പണം കൊടുത്തിരുന്നില്ലേ? ഉവ്, അതിനെന്താണ്? അങ്ങൊരു വിഡ്ഢിയല്ലായിരുന്നുവെങ്കിൽ യാതൊരു മുൻ പരിചയവുമില്ലാത്ത ഒരു പരദേശിക്ക് കുതിരകൾക്കുള്ള മുഴുവൻ തുകയും മുൻകൂറായി കൊടുക്കുമായിരുന്നു. അയാളിപ്പോൾ പണവും വാങ്ങിയിട്ട് എത്രയോ നാളുകളായി. ആ പണവും കൊണ്ട് അയാൾ മുങ്ങിയില്ലേ? അയാൾ മുങ്ങിയതാണെന്ന് ആര് പറഞ്ഞു? അയാൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വൈകിയതായിക്കൂടെ? അയാൾ അല്പമെങ്കിലും ബുദ്ധിയുള്ളവനാണെങ്കിൽ അയാൾ ആ വെറുതെ കിട്ടിയ പണം നഷ്ടപ്പെടുത്തുകയില്ല. അഥവാ ഇനി കുതിരകളെയും കൊണ്ട് അയാൾ വരികയാണെങ്കിൽ അന്ന് അങ്ങയുടെ പേര് ഈ പട്ടികയിൽ നിന്ന് വെട്ടി പകരം അയാളുടെ പേര് ചേർത്ത് കൊള്ളാം.
അതുവരെ അങ്ങ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തിന് അർഹൻ. രാജാവിന് മറുപടിയില്ലായിരുന്നു. അപരിചിതനായ ഒരാളെ വിശ്വസിച്ച് പണം കൊടുത്തത് അബദ്ധമായി പോയെന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിരുന്നു. ഇനി എന്തു ചെയ്യും മന്ത്രി? എന്തായാലും രാജാവിനെ കബളിപ്പിക്കാനുള്ള ധൈര്യം അയാൾക്കുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കുതിരയുമായി അയാൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ മന്ത്രി പറഞ്ഞത് പ്രകാരം കച്ചവടക്കാരൻ മറ്റൊരു കുതിരയുമായി വന്നു. എന്തു പറ്റി? കുറെ മാസങ്ങളായല്ലോ നിങ്ങൾ പോയിട്ട്. അത് പിന്നെ പേർഷ്യയിൽ നിന്നും കപ്പൽ വഴി എത്തിക്കണ്ടേ, അതാണ് നേരം വൈകിയത്. ശരി ശരി, പേർഷ്യൻ കുതിരകളെ കൃഷ്ണപുരത്തെ കുതിരകളെക്കാൾ മികച്ചത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നമുക്കതൊന്ന് തെളിയിക്കാൻ നമ്മുടെ കുതിരയുമായി ഒരു കുതിരയോട്ടം വെക്കാം. എന്താ? അല്ല, അത് വേണോ? രാജാവിന്റെ കുതിര തോറ്റ രാജാവിനല്ലേ അതിന്റെ മോശം? അത് ഞാനങ്ങ് സഹിച്ചു. കുതിരയോട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. ആരെവിടെ? അങ്ങനെ മത്സരം ആരംഭിച്ചു. കച്ചവടക്കാരൻ കൊണ്ടുവന്ന പേർഷ്യൻ കുതിര കൃഷ്ണപുരത്തെ കുതിരയോട് തോറ്റു. ഇവൻ പറ്റിച്ചു ജീവിക്കുന്ന ആളാണ്. ഇവന്റെ ചതിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കൂ. ഉടൻ തന്നെ ഇവനെ തുറങ്കിലടയ്ക്കൂ. അങ്ങനെ മന്ത്രിയുടെ സമയോചിതമായ ഇടപെടൽ കാരണം രാജാവിന്റെ പണം തിരിച്ചു കിട്ടി. മുത്തശ്ശി തിരക്കിലാണോ? എന്തു പറ്റി? ബാക്കി എല്ലാവരും എവിടെ പോയി? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? അവൻ അച്ഛന്റെ കൂടെ പുറത്തു പോയി. ബേബിയോ? അവൻ ഉറങ്ങുകയാ. ആരും ഇല്ലാഞ്ഞിട്ട് എനിക്ക് ബോറടിക്കുന്നു. മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, മോള് വാ, ഇവിടെ മുത്തശ്ശിയുടെ അടുത്തിരിക്കി. മുത്തശ്ശി 4 സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ പാട്ടിനെ സ്നേഹിച്ച ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. കുരങ്ങന് പാടാൻ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ നിർത്താമോ തന്റെ ഈ കൈതരാഗം? ഞങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റാതെയായി. ഒന്ന് പോയി തരുമോ? ഇത് കേട്ട കുരങ്ങനെ സങ്കടമായി. എങ്ങനെയെങ്കിലും ഒരു വലിയ പാട്ടുകാരനാകണം. അതിന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. സംഗീതബോധമില്ലാത്ത ഇവരുടെ ഇടയിൽ നിന്നാൽ ഞാൻ എങ്ങനെ നന്നാവാനാ? ഇനി ഈ കാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു കുരങ്ങൻ ആ കാട്ടിൽ നിന്നും നാട് വിട്ടു. അങ്ങനെ കുരങ്ങൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. എന്തു പറ്റി? എന്തിനാണ് കരയുന്നത്? നിങ്ങളെ ഇതിനു മുമ്പ് ഈ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെ നിന്നാ എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്നും പുറത്താക്കി. എന്തിന്? എന്നെ ചെറുപ്പം മുതൽ എന്റെ യജമാനൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. അന്നൊക്കെ ഞാൻ അവരുടെ വീടിന് നന്നായി കാവൽ നിൽക്കുമായിരുന്നു. എന്നാൽ പ്രായമായതോടെ എനിക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയാതെയായി. അതിനാൽ യജമാനൻ പിന്നീട് എനിക്ക് ഭക്ഷണമൊന്നും തരാതെയായി. അങ്ങനെ ഞാൻ ആ നാട് വിട്ടു വന്നതാ. ആണോ? സെയിം ബീച്ച്. ഞാനും നാട് വിടാൻ ഇറങ്ങിയതാ. വാ, നമുക്ക് ഒരുമിച്ച് നാട് വിടാം. നിങ്ങളെയും യജമാനൻ പുറത്താക്കിയോ? ഏയ്, സംഗീതം അറിയുന്തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട്. അത് തേടി നിലാവിൽ ഈ കാട്ടിൽ നക്ഷത്രം വേണ്ടി കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു. എന്താ? നാട് വിടാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഒടുവില് സംഗീതത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരുള്ള ഈ കാട്ടിൽ ഒരുപിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. കുരങ്ങോക്കി ജിന്ദഗി ജോ കബി നഹി കദം ഹോ ജാതി ഹേ ശംഭോ മഹാദേവ. ചേട്ടൻ പാടുമോ? എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാ. താങ്ക്സ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി യാത്ര തുടർന്നു.
അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. എന്ത് പറ്റി? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഇതിനു മുന്നേ നിങ്ങൾ ഈ കാട്ടിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെ നിന്നാ എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണോ വരുന്നത്? അല്ല, എന്ത് പറ്റി? അല്ല, ഇങ്ങനെയും ഒരു യജമാനനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, അതുകൊണ്ട് ചോദിച്ചതാ. ഇരുകാലികൾ പണ്ടേ അങ്ങനെ നന്ദിയില്ലാത്ത വർഗങ്ങൾ. ബൈ ദ ബൈ, എന്തായിരുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം? യജമാനൻ എന്നെ ചെറുപ്പത്തിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അന്നൊക്കെ ഞാൻ ദിവസവും എലിയെ പിടിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ യജമാനൻ എനിക്ക് കുടിക്കാൻ ധാരാളം പാലും തന്നിരുന്നു. എന്നാൽ പ്രായമായതോടെ എനിക്ക് എലികളെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്നെ അയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കി. സ്വാഭാവികം. എന്തായാലും വഴി തെറ്റിയിട്ടില്ല. എന്തായാലും നല്ല ആൾക്കാരുടെ അടുത്താണ് വന്നുപെട്ടത്. ഞാൻ ഗാനഗന്ധർവൻ കുരങ്ങദാസ്, ഇത് നായ സാർ. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെപ്പോലെ തന്നെ ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം നാട് വിടാൻ ഇറങ്ങിയതാണ്. പോരുന്നു ഞങ്ങളുടെ കൂടെ? അങ്ങനെ അവർ 3 പേരും കൂടി യാത്ര തുടർന്നു. അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഒരു കരച്ചിൽ കേട്ടു. കരയണ്ട, ഒന്നും ചോദിക്കുന്നില്ല. പ്രായമായത് കാരണം യജമാനൻ പുറത്താക്കിയതാണല്ലേ. എല്ലാം മനസ്സിലായി. ഞങ്ങളുടെ കൂടെ കൂടിക്കോ, നമുക്കൊരു ട്രിപ്പ് അടിക്കാം. അങ്ങനെ അവർ 4 പേരും കൂടി യാത്ര തുടർന്നു. വൈകുന്നേരമായപ്പോഴേക്കും 4 സുഹൃത്തുക്കളും നടന്ന് ക്ഷീണിച്ചു. അവർക്ക് വിശക്കാൻ തുടങ്ങി. അല്ലെങ്കിലും പാട്ടുകാരനായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തിന്നാൻ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. അമ്മേ, വിശക്കുന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ പൂവങ്കോഴി ചാടി ഒരു മരത്തിൽ കയറിയിരുന്ന് ദൂരേക്ക് നോക്കി. അപ്പോഴതാ ദൂരെ ഒരു വെളിച്ചം. ദേ, അവിടെ കുറച്ച് അകലെയായി ഒരു വെളിച്ചം കാണുന്നു. ഒരു കുടിലാണെന്നും തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തെങ്കിലും കഴിക്കാൻ കിട്ടാതിരിക്കില്ല. അങ്ങനെ അവർ 4 പേരും കൂടി അവിടെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് നടന്നു. ശബ്ദമുണ്ടാക്കല്ലേ, ഉള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്. അങ്ങനെ കോഴി വീടിന്റെ ചുറ്റും പോയി നോക്കി. അതൊരു വേട്ടക്കാരന്റെ വീടായിരുന്നു. അതിനുള്ളിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. എന്തു പറ്റി പൂവൻ? വിശന്നിട്ട് ബോധം പോയതാവും. അതല്ല, അകത്തകത്ത്. ഓടിക്കോ. അകത്ത് നമുക്ക് ജീവിതകാലം മുഴുവനും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. പക്ഷേ വീടിനകത്ത് ഒരു വേട്ടക്കാരനുണ്ട്. അയാൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം. എന്നാലേ നമുക്കത് എടുക്കാൻ പറ്റൂ. അങ്ങനെ അവർ പരസ്പരം കൂടിയാലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി. കുരങ്ങൻ ജനാലയിൽ കാൽ വെച്ചു നിന്നു. നായ അവന്റെ മേലെ നിന്നു. പൂച്ച നായയുടെ മുകളിൽ നിൽക്കുകയും പൂവൻ കോഴി പറന്ന് മുകളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു. എല്ലാവരും ഒരേ സമയം പാടാൻ തുടങ്ങി. അകത്തുണ്ടായിരുന്ന വേട്ടക്കാരൻ 4 മൃഗങ്ങളുടെയും നിഴൽ കണ്ട് വിചിത്രമായ പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷപ്പെട്ടു. അന്ന് മുതൽ ആ 4 കൂട്ടുകാരും കുരങ്ങന്റെ പാട്ടും കേട്ട് സന്തോഷത്തോടെ ജീവിച്ചു. ഒരുമിച്ച് നിന്നാൽ അസാധ്യമായ